എന്താ വേണ്ട? വഴിന്ന് കണ്ടപ്പോ ഇക്ക പറഞ്ഞു ഇവിടെ കുറച്ച് പണിയുണ്ടെന്ന്, അപ്പൊ അതുകൊണ്ട് വന്നതാ. ആണോ? പണിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നോമ്പും പെരുന്നാളും കഴിഞ്ഞിട്ട് മതിയായിരുന്നു ചെയ്യല്. നോമ്പൊക്കെ അല്ലേ ഇപ്പൊ. പെരുന്നാള് കഴിഞ്ഞിട്ടോ? ഞാന് പണിയില്ലാണ്ട് ഇടങ്ങാറായിട്ട് ഇരിക്കണ്ടെന്ന്. അപ്പളെക്കാനാ കണ്ടത്. ഇക്ക പറഞ്ഞു ഇവിടെ പണിയുണ്ടെന്ന്. അപ്പൊ ഈ പണി പ്രതീക്ഷിച്ചിട്ടാ ഇപ്പൊ വന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യ്, അങ്ങോട്ട് ബാക്കിലേക്ക് പോയിക്കോ. അവിടെ കുറച്ച് പുല്ല് വളർന്നിട്ടുണ്ട്, അതൊന്ന് ചെത്തിക്കോരി ഇടണം. പിന്നെ അതിന്റെ അടുത്ത് കുറച്ച് കല്ലുകൾ ഇട്ടിട്ടുണ്ട്, അത് കെട്ടാനുള്ള സാധനങ്ങളും ഉണ്ട് അവിടെ. അതൊന്നും അവിടെ കെട്ടിയാൽ മതി. അങ്ങോട്ട് പോയിക്കോ. നല്ല വെയിലാണല്ലോ. വേഗം പണികൾ തീർത്തിട്ട് പോവാ. നോമ്പായ കാരണം ഭയങ്കര ക്ഷീണം. കല്ലൊക്കെ എടുക്കണ്ടേ? അതെ, ഈ പുല്ലൊക്കെ ചെത്തിക്കോരിന് ശേഷം കല്ലുമ്പ് തൊട്ടാ മതി. ആദ്യം ഇത് കഴിയട്ടെ, ഇതാദ്യം ചെയ്യാൻ നോക്ക്. ശരി താത്ത. പണി കഴിഞ്ഞിട്ടാ? ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ പണി കഴിഞ്ഞോ? ഉച്ചയായിട്ടല്ലേ ഉള്ളൂ. അതൊരു ദിവസത്തെ പണിയുണ്ടല്ലോ. അവിടെ ഫുള്ള് വൃത്തിയാക്കി കഴിഞ്ഞു, അത് കെട്ടലൊക്കെ കഴിഞ്ഞോ ഉച്ചയാകുമ്പോഴേക്കും? കഴിഞ്ഞിട്ടാ. ഞാൻ ആ പുല്ലൊക്കെ ചെത്തി കോരിയിട്ട് കല്ലൊക്കെ കറക്റ്റായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നോമ്പല്ലേ, നല്ല വെയിലും, അപ്പൊ ക്ഷീണമായിട്ട് മുന്നേ പെട്ടെന്ന് തീർത്തതാ. ശരി ശരി. നിങ്ങളുടെ കൂലി എത്രയാണ്? അത് 800 റുപ്യ താത്ത. 800 രൂപ ഉണ്ടോ കൂലി? ഒരു ദിവസത്തല്ലേ 800? നിക്ക്, ഞാൻ പോയി എടുത്തിട്ട് വരാം. ഇതാ ഒരു 400 രൂപ ഉണ്ട് ഇതില്. ഇതെന്താ 400 രൂപ? നിങ്ങളുടെ ഒരു ദിവസത്തെ കൂലിയല്ലേ 800? നിങ്ങൾ ഉച്ചവരല്ലേ കണ്ടുള്ളൂ, അപ്പൊ ഉച്ചവരെയുള്ള കൂലിയാണ് 400. ഞങ്ങൾ ഇവിടെ അങ്ങനെയാണ് കൊടുക്കാറ്. എന്നാ ശരി എത്താ, എന്തിനും പണികളിൽ വിളിക്കാം. ശരി. നീ ഇവിടെ ഇരിക്കണ്ടോ? അല്ലൻസോ, ഞാനൊന്നൊരാളെ വിട്ടിട്ടുണ്ടെന്നില്ലേ? ആളെവിടെ? ഇക്കാകെയാണല്ലേ വിട്ടത്. ഇക്കാട് ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ നോമ്പ് പെരുന്നാൾ കഴിഞ്ഞിട്ട് വിട്ടാൽ മതി. പിന്നെ ഇതിന് ഇപ്പൊ വിട്ടാളെ. എന്നിട്ട് ആളെ എവിടെ നിന്നിട്ട് പോയോ? ആള് പോയി. ആള് ഉച്ചയാകുമ്പോഴേക്കും പണി തീർത്തിട്ട് പോയി. അതെ, മൊത്തം തീർത്തോ? ബാഗത്തെ ആ കെട്ടിലൊക്കെ കഴിഞ്ഞോ? അവിടെ ചെത്തിക്കോരലും കെട്ടിലൊക്കെ കഴിഞ്ഞു. അതെ. ഒരു ദിവസം പണിയുണ്ടല്ലോ അത്. എന്നിട്ട് എന്താ പെട്ടെന്ന്? ആള് ഉച്ചയാകുമ്പോഴേക്കും തീർത്തിട്ട് പോയി. എന്നിട്ട് എന്താ കൂലി ചോദിച്ചോള്? ആളെ 800 ചോദിച്ചു, ഞാൻ 400 കൊടുത്തുള്ളൂ. ഈ എന്ത് പണി ചെയ്തൻസോ? ഒരു ദിവസത്തെ പണി ഉണ്ടല്ലോ അത്. അതെ, നമ്മളെ ഒരു ദിവസം നിന്നാലാണ് 800 കൊടുക്കുക. ആള് ഉച്ച വരെ നിന്നുള്ളൂ, അപ്പൊ പകുതി കൂലി കൊടുത്തു. എടി, എത്ര നേരം പണിതാലും ഒരു ദിവസത്തെ പണി ഒറ്റയടിക്ക് തീർത്തല്ലേ ആള്. ആ നോമ്പ് കാരണൊക്കെ ആയിരിക്കും. ചൂടൊക്കെ അല്ലേ, പെട്ടെന്ന് തീർത്ത് പോയതല്ലേ, ഫുള്ള് കൊടുക്കണ്ടേ? ഞാൻ എന്തായാലും 400 കൊടുത്തു. ഞാൻ അവന് ആ ജോലി കൊടുക്കാൻ കാരണം എന്താ പറയുക, ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാന്ന് നമുക്കറിയാലോ. ഞാൻ അവന് ഒരുമിച്ച് പഠിച്ചത് സ്കൂളിൽ. അന്നൊക്കെ നല്ല സാമ്പത്തികം ഉണ്ടാകുന്ന, ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എന്നാ അങ്ങോട്ട് പോയപ്പോൾ കടയിൽ വെച്ച് കണ്ടപ്പോൾ അവൻ പറയാണ് ബുദ്ധിമുട്ടാണ്, കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ കാശില്ല, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിട്ടതാണ്. നീ ഇതെന്ത് പണി ചെയ്ത്? ഞാൻ ചെയ്ത് തെറ്റായി പോയേക്കാ. വളരെ തെറ്റായി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ എന്തായാലും പോട്ടെ, നീ എന്തായാലും ഒരുങ്ങ്, നമുക്ക് അവൻ്റെ വീട് വരെ ഒന്ന് പോവാം കേട്ടോ. അവൻ്റെ വീട്ടിലേക്കോ? റെഡിയാവും എന്തായാലും. ശരി. അൻസോ, ഇന്നൊക്കെ നേരത്തെ എത്തിയോ? ഇന്ന് നേരത്തെ കഴിച്ചു. ഭയങ്കര ചൂരടി, നോമ്പ് കാരണേ ഭയങ്കര ക്ഷീണം. പറ്റില്ല, വേഗം തീർത്തു ഞാന്. കാശ് കിട്ടിയിട്ടുണ്ട്. 400 രൂപ കിട്ടിയത്. 400 രൂപ കിട്ടിയല്ലേ? ഞാൻ അവരോട് പറഞ്ഞു, പക്ഷെ അവര് അര ദിവസം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 400 കൊടുക്കുള്ളൂ, അങ്ങനെ പറഞ്ഞു. അത് കുഴപ്പമില്ല, എന്തായാലും നീ ആ കാശ് ചെലവാക്കണ്ട, കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വെച്ചോ. പിന്നെ ഞാൻ വരുമ്പോ ഒരാൾ പറഞ്ഞല്ലോ നാളെ ആളുടെ വീട്ടിൽ പണിയുണ്ടെന്ന്. അപ്പൊ നാളത്തെ പണി കിട്ടുകയാണെങ്കിൽ നിനക്കുള്ള ഡ്രസ്സും കൂടി എടുക്കാനുള്ള കാശാവല്ലോ. എനിക്ക് വേണ്ട, നമുക്കറിയില്ല നമ്മുടെ ബുദ്ധിമുട്ട്. എനിക്ക് വേണ്ട ഡ്രസ്സൊന്നും. കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഇനി പുറത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ, വേറെ എന്തെങ്കിലും ജോലി നോക്കാം, കിട്ടുകയാണെങ്കിൽ ഗുണമല്ലോ കേട്ടോ. ശരി, എന്നാ ഇതവിടെ വെച്ചോ. വേഗം പോയി നോമ്പറക്കാറാകുമ്പോഴത്തേക്കും. വരാം. നോമ്പും പിടിച്ചുകൊണ്ട് കേറാൻ വയ്യ. മക്കൾക്ക് ഒരു ജോഡി ഡ്രസ്സ് എടുക്കാനുള്ള പൈസ കിട്ടിയാൽ മതിയായിരുന്നു.
ഇവിടെ ആരും ഇല്ലെന്നാവോ. മോളെ മോളെ. ആ താത്ത കയറിയിരിക്കി. ആ മോളെ മോളെവിടെയായിരുന്നു? ഞാൻ അവിടെ കുറെ കൊട്ടി നോക്കി. കേറാനൊന്നും വയ്യ, പടി ഇങ്ങോട്ട് കാലൊക്കെ വേദനയായി. ചിരിക്കട്ടെ എന്നാ. എന്താ വെയിലില്ലേ, നോമ്പ് എടുത്തിട്ടൊന്നും കേറാൻ വയ്ക്കില്ല കേട്ടോ ഇങ്ങോട്ട്. മോളെ എൻ്റെ മക്കൾക്കേ പെരുന്നാൾ ഡ്രസ്സ് എടുത്ത് കൊടുക്കാനുണ്ട്. കഴിഞ്ഞ പെരുന്നാളിനെ അവർക്ക് എടുത്തെടുക്കാൻ പറ്റിയിട്ടില്ല. ഈ പെരുന്നാളിന് വേണമെന്ന് അവർക്കൊരു ആഗ്രഹം. മോളുടെ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ സക്കാത്തായിട്ട് എന്തെങ്കിലും താത്താക്ക് തായോ. താത്താക്ക് പണിക്ക് പോകാനൊന്നും വയ്ക്കില്ല, കാലുകൊണ്ടൊന്നും വയ്യ. ഇതന്നെ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നത് എൻ്റെ മക്കൾക്ക് വാങ്ങാൻ എന്തേലും കിട്ടൂലോ വിചാരിച്ചിട്ടാണ്. 3-4 വീടുകളിൽ പോയി, ആരും ഒന്നും തന്നില്ല. ഇനി മോള് തന്നാൽ മാത്രമേ എനിക്കൊന്ന് എടുത്തു കൊടുക്കാൻ പറ്റുള്ളൂ. എന്തേലും ഉണ്ടെങ്കിൽ താ മോളെ. പൈസ ഞാൻ നോക്കട്ടെ താത്ത, നിങ്ങളൊന്ന് ഇരിക്കും ഇവിടെ. പൈസ ഇപ്പൊ എന്താ ചെയ്യാ? ഇക്കാക്കൊന്ന് പണിതിട്ട് ആകെ 400 രൂപ കിട്ടിയത്. മോനിക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞതായിരുന്നു. ഇത് കൊടുക്കിപ്പോ എങ്ങനെ? സാരില്ല, എത്തിയമ്മ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടല്ലേ. ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ റബ്ബ് നമുക്ക് വേറെ വഴിയിൽ എങ്ങനെയും എത്തിച്ചു തരും. സാരില്ല. ഇതാ അല്ലോ, മോൾക്ക് നല്ലതേ വരുള്ളൂ. ഉമ്മ ദവർക്കും. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്താ ഇക്കാ പോയ കാര്യം? ഒന്നും പറയണ്ട, 2-3 ജോലി റെഡി ചെയ്തോണ്ടാന്ന്. അവർക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ട് ആളെ മതി എന്നാ പറയണേ. പിന്നെ നാളത്തെ ജോലി പറഞ്ഞാന്നില്ലേ, അത് തന്നെ അവസ്ഥ. പെരുന്നാൾ കഴിഞ്ഞിട്ട് വന്നായെന്നാ പറഞ്ഞു. അപ്പൊ നിനക്ക് എടുക്കാനുള്ള ഡ്രസ്സിന്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നം വരും കേട്ടോ അൻസോ. വേണ്ടക്കാ, എനിക്ക് ഡ്രസ്സൊന്നും വേണ്ട. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ് ദേഷ്യപ്പെടരുത്. ഇക്കാക നേരത്തെ പൈസ തന്നില്ലേ മോനിക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്? അത് അപ്പുറത്തെ ഐഷാത്ത വന്നപ്പോ ഞങ്ങളുടെ കൊണ്ട് കൊടുത്തു. അമ്മ ഇനിയിപ്പൊ എന്താ ചെയ്യാ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ? അല്ല, അവരുടെ മോനിക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല, വിഷമം കരച്ചിലൊക്കെ പറഞ്ഞപ്പോ ഞാൻ കൊടുത്തതാണ്. അവർ 2-3 വീടുകളിൽ കയറിയതാ അത്രേ, പക്ഷെ അവരാണൊന്നും കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞു. എത്തിയമ്മ ഒരു കുട്ടിയല്ലേക്കാ. നീ ടെൻഷൻ അടിക്കണ്ട, എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം കാണും, പേടിക്കണ്ട. ആരൊക്കെ? കേറി വെക്ക. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, നിങ്ങൾ ക്ഷമിക്കണം. ആ സാരില്ലത്താ, നിങ്ങൾ എന്താ ചെയ്ത്? എനിക്കൊരു കുഴപ്പമില്ല. ഇത് മോനിക്കൊരു ജോഡി ഡ്രസ്സാണ്. എൻ്റെ മോൻ്റെ കൂടെ അല്ലേ അവൻ പഠിക്കുന്നത്. അവൻ പറഞ്ഞിരുന്നു മോനിക്കൊരു ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുക്കണമെന്ന്. അൻസോ വാങ്ങിച്ചോ. എടാ ഇത് നീ വെക്കി ഈ കാശ്. എനിക്ക് വേണ്ടക്കാ, ഞാൻ പണിത കാശ് മേടിച്ചതല്ലേക്കാ. എടാ അത് അവൾക്ക് അറിയാനിട്ടാണ്. ഇത് നിനക്ക് അർഹതപ്പെട്ട കാശാണ്, നീ അധ്വാനിച്ച കാശാ. നീ ഇത് പിടിക്ക്. ഇനി വന്ന കാലിൽ നിൽക്കാണ്ട് കയറിയിരിക്കേ. വേണ്ട, പോട്ടെന്നാ, നോമ്പ് തുറക്കാറായില്ലേ, പിന്നൊരിക്കൽ വരാം. അപ്പൊ ശരി കേട്ടാ, പിന്നെ വരാം. പോലെന്ന്